ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ പറഞ്ഞാൽ വീണ്ടും ഒരു ചക്കയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നേരത്തെ ചക്ക വേവിച്ചതും ചക്ക വറുത്തതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചക്ക എങ്ങനെ കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ചക്ക വേവിച്ചതൊക്കെ കഴിച്ച് എന്ന് നമുക്ക് കഴിച്ചാലും മടുത്തു പോകുമല്ലോ. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്കിത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. നമുക്ക് വീട്ടിലോട്ട് പോയാലോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോയാലോ. എന്നാൽ നമുക്കിവിടെ ഒരു 3-4 ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ചക്കയും നമ്മൾ എടുക്കുന്നില്ല. ഒരു ചക്ക ഒരാൾക്ക് കൊടുത്തു, പിന്നെ അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ 2.5 ചക്കയൊക്കെ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതാദ്യം നമുക്കൊന്ന് കോടാലി വെച്ചോ വെട്ടുകത്തി വെച്ചോ നമുക്ക് ഇഷ്ടമുള്ള പെട്ടെന്ന് വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇവിടെ കോടാലി വെച്ച് ഞങ്ങൾ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പം 3-4 ഇതായിട്ടൊക്കെ മുറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ചുളയൊക്കെ എടുത്ത് മാറ്റാം. ചുളയൊക്കെ എടുത്ത് തനിയെ സെപ്പറേറ്റായിട്ട് അതിൻ്റെ കൂഞ്ഞിയും ഇതെല്ലാം മാറ്റി ചുളയൊക്കെ. അപ്പം അമ്മച്ചിയും വന്നിട്ടുണ്ട് ഇതൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട്, ചുളയൊക്കെ മാറ്റാനും എല്ലാത്തിനുമായിട്ട്. അപ്പം കണ്ടില്ലയോ, ചക്ക ചുളയൊക്കെ നമ്മൾ പറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇനി അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കുന്നതിന് അകത്തെ കുരു മാറ്റിയ ശേഷം നമുക്ക് നീളത്തിലാണോ റൗണ്ടിലാണോ ഏത് ഷേപ്പിൽ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. അങ്ങനെ തിൻ സ്ലൈസും അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാൻ. കണ്ടില്ല, ഇതുപോലെയൊക്കെ ഞാൻ അരിഞ്ഞിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ചക്കയൊക്കെ വേവിക്കുമ്പോൾ അരിയത്തില്ലയോ, അതുപോലെ തന്നെയാണ് ഇതിനും അരിയുന്നത്. അങ്ങനെ നമ്മുടെ ചക്കയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തോ ചെയ്യേണ്ടത്, ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ച് നമ്മുടെ ഇഡലി പാത്രം, ഞാൻ അവിടെ ഇഡലി പാത്രമാണ് എടുക്കുന്നത്. നിങ്ങളുടെ കുക്കർ ഉണ്ടെങ്കിൽ കുക്കർ എടുക്കാം. അപ്പോൾ ഒന്ന് ഞാൻ ആവി കയറ്റി, അതുകൊണ്ടാണ് ചക്കയൊക്കെ കിടക്കുന്നത്. ഇപ്പം വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ രണ്ടാമത്തെയാണ് എന്ത് ചെയ്യുന്നത്, ചക്കയുടെ പേരെന്തോ, നമ്മുടെ ഇഡലി പാത്രത്തിനകത്ത് ഇഡലി തട്ടം വെച്ച ശേഷം കുറച്ച് ചക്ക അതിനകത്തോട്ടിട്ട് പെട്ടെന്നൊരു മിനിറ്റ് പോലും വേണ്ട, അതിന് മുമ്പേ തന്നെ അത് പെട്ടെന്ന് ആവി കയറി വരും. അപ്പോൾ അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറും. കണ്ടില്ലയോ, ചെറിയൊരു നിറവ്യത്യാസം വരുമ്പോൾ തന്നെ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കെടുത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വേറൊരു പാത്രത്തിനകത്തോട്ട് ആറാൻ വേണ്ടി, ഇങ്ങനെ തണുക്കാൻ വേണ്ടി ഒരു പരന്ന പാത്രത്തിനകത്തോട്ട് ഇട്ട് വെച്ചാൽ മതി. അത് പതുക്കെ തണുത്ത ശേഷം വേണം നമ്മളത് പാക്ക് ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ചക്കയെ കണ്ടില്ലേ, ആവി കയറി ഇപ്പോൾ തണുത്തിട്ടുമുണ്ട്. തണുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഇതുപോലത്തെ സിപ്പ് ലോക്ക് കവറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കവറൊക്കെ കാണത്തില്ല, പ്ലാസ്റ്റിക് കവറുകളൊക്കെ, അതിനകത്തോട്ടോ നല്ലപോലെ തണുത്ത ശേഷം എടുത്ത് വെച്ചിട്ട് ഫ്രീസറിനകത്ത് വെച്ചാൽ മതി. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് പുറത്തെടുത്ത് വെച്ചിട്ട് നമുക്ക് വേവിക്കാൻ പറ്റും. അങ്ങനെ നമുക്കത് ചെയ്ത് കഴിക്കാൻ പറ്റും. ചക്ക ഇല്ലാത്ത സമയത്തും ചക്ക കഴിക്കാൻ നല്ല ചക്ക ഇല്ലാത്ത സമയത്തായിരിക്കും ചക്ക കഴിക്കാൻ ഒരു കൊതി വരുമ്പോൾ, ആ കൊതി വരുമ്പോൾ നമുക്കിതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, സീ യു.